ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഗാർലിക് സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഗാർലിക് സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതി. അത് നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരു 3 ബ്രെഡിലേക്കുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ബ്രെഡിലേക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമേ ഈ ഒരു സോസ് തേച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുത്ത സോസ് ബ്രെഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു, അതും വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മൊസറല്ല ചീസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചീസ് എല്ലാ സൈഡിലേക്കും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊസറല്ല ചീസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് മിക്സ്ഡ് ഹെർബ്സും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടേണ്ടതായിരുന്നു, ഞാൻ ഇടാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചീസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കണം. പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്